രാജാതിരാജാ യേശു മഹേശ ആരാധന നിനക്ക്. രാജാതിരാജാ യേശു മഹേശ ആരാധന നിനക്ക്. കർത്താവേ, അങ്ങയുടെ തിരുനാമം ലോകമെങ്ങും അറിയപ്പെടുവാൻ അങ്ങേ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ആഹ്ലാദിക്കട്ടെ ആകാശം, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അവയിലുള്ള സകലതും ആർപ്പവിളിക്കട്ടെ. അങ്ങ് കരുത്തുള്ള ദൈവമാണെന്ന് സകല നാവുകളും ഏറ്റുപറയട്ടെ. നല്ല ഈശോയെ, ഇന്ന് അങ്ങ് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കപടനാട്യവും മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഞങ്ങളുടെ വ്യഗ്രതകളും മാറ്റിക്കൊണ്ട് ബാഹ്യമായ വൃത്തിയെക്കുറിച്ചും ബാഹ്യമായ ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ വ്യഗ്രതപ്പെടുന്ന പരിസരും നിയമജ്ഞരെയും ഇന്ന് ദുരിതപ്പെട്ടവരെന്ന് വിളിക്കുമ്പോൾ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ നല്ല കാര്യങ്ങൾ പലതും അവഗണിച്ചുകൊണ്ട് പല ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രം മുഴുകുന്നു. ഇന്ന് കർത്താവെ, വിശുദ്ധ മോണിക്കായെ ഞങ്ങൾ ഓർക്കുമ്പോൾ, വിശുദ്ധ അഗസ്റ്റീൻ്റെ അമ്മയായ മോണിക്ക എത്ര വിശുദ്ധയായ ഒരമ്മയായിരുന്നു. ആഫ്രിക്കയിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ച മോനിക്ക വിജാതീയനെയാണ് പക്ഷെ വിവാഹം കഴിച്ചത്. സന്മാർഗയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്കും വഴിതെറ്റിപ്പോയ മകനെ പൂർണ്ണമായും കണ്ണീരോടുകൂടി അവനെ വീണ്ടെടുത്ത് വിശുദ്ധനാക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. അഗസ്റ്റീൻ്റെ വചനങ്ങളിൽ അമ്മ എപ്രകാരമായിരുന്നെന്നറിയാം. ക്രിസ്ത്യ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമാണെങ്കിൽ നിങ്ങൾ ഭക്തരായിരിക്കണം. ഉത്തമ ജീവിതം നയിക്കണം. വൃക്ഷം പോലെയായിരിക്കും പഴമെന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ. ദൈവവചനം അത് സ്ഥിരീകരിക്കുന്നുവെന്ന് ജോൺ മേരി വിയാനി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ സാധ്യമല്ല. അവളുടെ വാക്കുകൾ, നോട്ടങ്ങളും വഴി അവ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കലേക്ക് ഉയർത്തി. എൻ്റെ ദൈവമേ, ഞാനെന്ന അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ്ങനെക്ക് ഇത്തരമൊരമ്മയെ നൽകിയത് കൊണ്ടാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ നല്ല മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അമ്മമാരും അപ്പന്മാരും ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴി നന്മയുടെ വഴികളായി മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്നുവരെ അങ്ങയെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിച്ചത്. അമ്മമാരുടെ വഴിതെറ്റിയ ജീവിതം പോലെ അസ്വസ്ഥപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, കലുഷിതമായ ബന്ധങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ താർക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളെ ഓർക്കും. ഇതാ കർത്താവെ, മോനിക്കായുടെ മാധ്യസ്ഥം വഴി നല്ല മാതാപിതാക്കളായി മാറുവാനും നല്ല മക്കളെ വാർത്തെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളുടെ നിന്നും എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.